ബഹുമാനപ്പെട്ട സുഹൈബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലിന്റെ അടുക്കൽ ഒരിക്കൽ വന്നപ്പോൾ നബിതങ്ങള് റൊട്ടിയും ഈത്തപ്പഴവും നബിയുടെ മുമ്പിലുണ്ട്. നബിയുടെ മുമ്പിൽ റൊട്ടിയുണ്ട്, ഈത്തപ്പഴമുണ്ട്. നബിതങ്ങള് സുഹൈബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, വന്നിരിക്കൂ, എന്നിട്ട് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. വന്നിരുന്നിട്ട് കഴിക്കൂ, ഭക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ സുഹൈബ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഈത്തപ്പഴം എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, തഅകുലു തംറൻ വബിക റമദുൻ, അല്ല ഈ ചെങ്കണ്ണുള്ള ആളാണോ ഈത്തപ്പഴം തിന്നുന്നത് എന്ന് ചോദിച്ചു. തമാശ ആയിട്ട് നബിതങ്ങള് തമാശ പറയുമ്പോൾ നല്ല രസകരമായിരിക്കുന്ന തമാശകൾ നബിതങ്ങൾ പറയുമായിരുന്നു. ആർക്കും ഒരു പ്രയാസം ഇല്ലാത്ത നിലക്ക്, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിലുള്ള തമാശകൾ, ചെറിയ തമാശകളൊക്കെ നബിതങ്ങൾ പറയുമായിരുന്നു. നബിതങ്ങൾ ചോദിക്കുകയാണ്, ഈ ചെങ്കണ്ണുള്ള ആളാണോ ഈ ഈത്തപ്പഴം തിന്നുന്നത് എന്ന്. അപ്പോ ഷുഐബ് റളിയല്ലാഹുവിന്റെ തമാശയിലായിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ ഈത്തപ്പഴം തിന്നുന്നത് ചെങ്കണ്ണില്ലാത്ത ഭാഗം കൊണ്ടാണ്. ചെങ്കണ്ണില്ലാത്ത ഭാഗം കൊണ്ടാണ് ഞാൻ ഈത്തപ്പഴം തിന്നുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ നബി തങ്ങളോട് തിരിച്ച് തമാശ പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെയാണ്. തമാശ നബി തങ്ങൾ പറയുമ്പോൾ തിരിച്ചങ്ങോട്ടും നബിയോട് തമാശയായിട്ട് പറയുന്നവരെ നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്ന് കാണാം. ഇത് ഹദീസിന്റെ ഗ്രന്ഥമായിരിക്കുന്ന ഇബ്നു മാജ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ 3443 ഹദീസായിട്ട് രേഖപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രോഗികളോട് തമാശ പറഞ്ഞിട്ട് അവരുടെ രോഗത്തിനെ കുറിച്ചുള്ള അവരുടെ ഭയം, അവരുടെ പ്രയാസങ്ങള്, മാനസിക വിഷമങ്ങള് നിമിത്തങ്ങള് അത് തമാശയിലൂടെ ദൂരീകരിക്കുമായിരുന്നു എന്നാണ്.